ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ ജസ്റ്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ടാങ്കായിരുന്നു നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ, പ്ലാറ്റികൾ, അതുപോലെ കൂലിലോച്ചുകളൊക്കെ ഇടാനായിട്ട്. നമുക്ക് സംഭവങ്ങളൊന്നും നീറ്റായിട്ട് വെക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു ടാങ്കിൻ്റെ സൈഡ് ഭാഗത്തൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു താൽക്കാലികമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കറൻ്റ്ലി കിടക്കുന്ന മീനുകൾ എന്ന് പറയുന്നത് കൂലിലോച്ചുകളുണ്ട്, നമ്മുടെ പാമ്പിൻ്റെ പോലത്തെ ചെറിയ മീനുകൾ, പിന്നെ നമ്മുടെ പ്ലാറ്റികളും ഉണ്ട്, ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല രീതിയിൽ ആൽഗെ അടിച്ച് കിടക്കുകയാണ്. പിന്നെ കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തത്. അപ്പോൾ വാട്ടർ ചേഞ്ച് കൊടുക്കാം, അതുപോലെ തന്നെ ഈ മീനുകളൊക്കെ പിടിച്ചൊരു കണ്ടെയ്നറിലിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. കൈയിട്ട വശം തന്നെ മീനുകളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്ന് കയറുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ആൽഗയൊക്കെ അടിച്ച് കിടക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ അടിഭാഗത്ത് എത്രത്തോളം അഴുക്കുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് വന്നതാണ് ചെറിയൊരു വാട്ടർ ചേഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് കുഞ്ഞുങ്ങളാണ്. ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ്. ഈ കാണുന്നതെല്ലാം ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളാണ്. ഒരു 5-6 ഫീമെയിൽ വലിയ സൈസ് കിടക്കുന്നുണ്ട് ഇതിനകത്ത്. ഭയങ്കര ഫാസ്റ്റ് ഗ്രോത്ത് ആട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളെ കുറച്ച് വലുതാക്കി കൊണ്ടുവന്നിട്ടതാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അഡൾട്ട് സൈസിലേക്കായി. നമ്മൾ പെയറിനെയൊക്കെ കൊണ്ടുപോയി നമ്മുടെ അക്വേറിയത്തിലിട്ട് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ. അപ്പോൾ ഇവർ ഇതിനകത്ത് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ വല്ലതും സർവൈവ് ചെയ്തിട്ടുണ്ടോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ ബ്രീഡിംഗ് സ്റ്റേജ് ആയിട്ടുള്ള സൈസുകളൊക്കെ ഇതിനകത്ത് ഉണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെയൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. കണ്ട കുഞ്ഞുങ്ങൾ മുഴുവൻ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ്. ചറ പറന്ന് കുഞ്ഞുങ്ങളുണ്ട് എല്ലായിടത്തും നോക്കിയാലും. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്, മഴ വരാനൊക്കെയുള്ളൊരു ചാൻസ് പോലെ. അതുകൊണ്ട് ലൈറ്റ് കുറവാണ്. അപ്പോൾ മുകളിൽ കാണുന്ന കുഞ്ഞുങ്ങളെ മാത്രമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് ക്യാമറയിൽ കൂടെ. പക്ഷേ എനിക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി താഴേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിറച്ച് കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട്. ഫുൾ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ്. പരമാവധി ഞാൻ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ചേഞ്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഒരു പരിധി കൂടുതൽ വാട്ടർ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്, അവർ ഡെഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 25% അല്ലെങ്കിൽ 30% വെള്ളമാണ് മാറ്റി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആ വെള്ളം വലിച്ച് കളയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഹോസ് ഉപയോഗിച്ചിട്ട് അടിഭാഗത്ത് അഴുക്കെല്ലാം ക്ലീൻ ചെയ്യാം. എന്നിട്ട് ആ വലിച്ച് കളഞ്ഞ 25% വെള്ളം നമുക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. അത്രയും മാത്രം ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ സേഫ്. അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് തണുപ്പാണ് വെള്ളത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മാറ്റുമ്പോൾ ടെമ്പറേച്ചർ ചിലപ്പോൾ ഷിഫ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കുറച്ച് ശതമാനം വെള്ളം മാറ്റുന്നതാണ് നല്ലത്. മാത്രമല്ല നമ്മളിപ്പോൾ ഹോസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഹോസ് വഴി കുഞ്ഞുങ്ങളും പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ആൽഗ അടിച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. എങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഹോസ് ഉപയോഗിച്ച് ആ ഹോസിൻ്റെ സൈഡ് ഭാഗത്ത് കൈ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് വെള്ളം അഴുക്കൊക്കെ വലിച്ച് കളയാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആ 25% വെള്ളം ഒന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. അത്രമാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇത്രയും കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതായത് 50% കൂടുതലൊന്നും വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇവർ ആൽഗെ വാട്ടറിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റികളുടെ കളറൊക്കെ നല്ല ബ്രൈറ്റ് റെഡാണ്. അതുപോലെ തന്നെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ ആണെങ്കിലും ആ റെഡ് കളർ നല്ല ബ്രൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കളറൊക്കെ നല്ല രീതിയിൽ റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. മീനുകളെ പിടിച്ച് മാറ്റാനൊക്കെ ആയിട്ട് ഞാൻ കണ്ടെയ്നറൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ നിറച്ച് വെച്ചതാണ്. അപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളുടെ സംഭവമൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളെന്തായാലും പ്ലാൻ മാറ്റി. പിന്നെ ചില ദിവസങ്ങളിൽ നല്ല വെയിലും വരുന്നുണ്ട്. അപ്പോൾ ഉച്ചസമയം കഴിയുന്ന സമയത്ത് ഡയറക്റ്റ് ലൈറ്റ് ഒരു പകുതി ഭാഗം ഈ ടാങ്കിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ ആൽഗ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് വെള്ളം ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ മീനുകൾക്ക് ചിലപ്പോൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഗപ്പികളുടെയും പ്ലാറ്റികളുടെയും ആ ഒരു ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ സർവൈവൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ അക്വേറിയങ്ങളിൽ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് നിറച്ച് കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ട്. അതായത് കുഞ്ഞുങ്ങളുടെ കൗണ്ടൊക്കെ വളരെ കൂടുതലായിരുന്നു പ്ലാറ്റികളാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പ്ലാറ്റികൾ നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷവും ഇതിനകത്ത് കണ്ടില്ലേ നിറച്ച് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ സർവൈവ് ചെയ്യുന്നുണ്ട്, നല്ല വോള്യത്തിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ആൽഗ അടിച്ചൊരു ടാങ്കിലേക്ക് 1-2 പെയറിന് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യമില്ല. അത് തന്നെത്താനെ അവിടെ കിടന്ന് ബ്രീഡ് ചെയ്ത് മൾട്ടിപ്ലൈ ആയിക്കോളും. ഞാൻ ഇപ്പോൾ വന്ന് ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്, ഇത്രയും കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നത്. അപ്പോൾ പ്ലാറ്റികൾക്ക് നമുക്ക് അധികം കെയർ ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് ഇതുപോലെ ബ്രീഡ് ചെയ്യിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഗപ്പികളുടെ കാര്യം നേരെ ഓപ്പോസിറ്റാണ്. ഈവൺ നമ്മൾ അക്വേറിയങ്ങളിൽ ഇട്ടാൽ പോലും കിട്ടുന്ന കൗണ്ട് എന്ന് പറയുന്നത് കുറവാണ്. നമ്മുടെ ജാവഫോൺ അക്വേറിയത്തിൽ നമ്മൾ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ പെയറിനെ നമ്മൾ ഇട്ടിട്ട് നമുക്ക് മാക്സിമം കിട്ടിയത് 8 കുഞ്ഞുങ്ങളെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയത് 5 കുഞ്ഞുങ്ങളെയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാനായിട്ട് വൈകും തോറും വീണ്ടും കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ചെടികളുള്ള ടാങ്കിൽ ഇതാണ് ഗപ്പികളുടെ അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഒരു പ്ലെയിൻ ടാങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും സർവൈവൽ. പിന്നെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതുപോലെ ആൽഗെ വാട്ടറൊക്കെ ആകുമ്പോഴാണ് കുഞ്ഞുങ്ങളെങ്ങനെയെങ്കിലും അവരുടെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ പാരൻസിൻ്റെ ഗപ്പിയുടെ പാരൻസിൻ്റെ കണ്ണ് വെട്ടിച്ച് അവർ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സർവൈവ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ടാങ്കിന് നല്ല സൈസ് വേണം.
അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വല്ലാതെ അങ്ങോട്ട് അതായത് ഡിസ്റ്റൻസിലേക്ക് മാറി നിൽക്കാനായിട്ട്. ഇതിനകത്ത് ഞാൻ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കി ഏതെങ്കിലും മൂലയിൽ ഒരു ചെറിയ ഒരു കുഞ്ഞെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ ഒരെണ്ണത്തിനെ പോലും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ അഡൾട്ട് സൈസൊക്കെ ഇതിനകത്തുണ്ട്, ബ്രീഡിങ്ങിന് സെറ്റായിട്ടുള്ള പീസുകളൊക്കെ ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും അവർ ബ്രീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കണ്ടില്ലേ ഇതിൻ്റെ സൈസൊക്കെ കണ്ടില്ല, അതൊക്കെ ബ്രീഡിങ്ങിന് സെറ്റായിട്ടുള്ളതാണ്. പക്ഷേ കുഞ്ഞുങ്ങളൊന്നും ഇതിനകത്ത് സർവൈവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഗപ്പികളുടെ വളരെ ചെറുതാണ്, പിന്നെ അതിൻ്റെ ഇടയിൽ അവർക്ക് അറ്റാക്കും കിട്ടുന്നുണ്ടായിരിക്കും. അതേസമയം പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ച് സൈസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഗപ്പികളുടെ അറ്റാക്കിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നുണ്ടായിരിക്കും. പിന്നെ പ്ലാറ്റികൾ അത്ര അഗ്രസീവ് അല്ല നമ്മുടെ ഈ ഒരു ഗപ്പികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കും പ്ലാറ്റികളുടെ കുഞ്ഞുങ്ങൾ കൂടുതലും സർവൈവ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തീരെ ചെറിയ പൊടി സൈസിലുള്ള പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾ മുതൽ കുറച്ച് സൈസായിട്ടുള്ള കുഞ്ഞുങ്ങൾ വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനർത്ഥം കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ വെള്ളത്തിൽ സർവൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് വല്ലാതെ ഭീഷണി കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു ആൽഗെ വാട്ടറിൽ ഈ ഒരു ഗ്രീൻ കളറാണല്ലോ, അപ്പോൾ പ്ലാറ്റികളുടെ കളറാണെങ്കിൽ റെഡുമാണ്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, അവരുടെ ആ ഒരു വാലിൻ്റെ ആ ഒരു റെഡ് കളറൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിലുകളില്ല, മെയിലുകളെ രണ്ടെണ്ണത്തിനെയും നമ്മൾ അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ഈ ഒരു ടാങ്ക് അങ്ങനെ വല്ലാതെ ശ്രദ്ധിക്കാറില്ല, കാരണം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ആൽഗെ അടിച്ച് കിടക്കുകയാണ്. തീറ്റ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോകാറുണ്ട്, ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത്, അത്രേ ചെയ്യാറുള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ വെള്ളം കുറച്ച് കുറയും സൺലൈറ്റൊക്കെ അടിച്ചിട്ട്, അപ്പോൾ ഞാൻ ടോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് കൂലി ലോച്ച് എന്ന് പറയുന്ന മത്സ്യങ്ങളുമുണ്ട്, ചെറിയ ഒരു പാമ്പിൻ്റെ ഷേപ്പിലുള്ള മീനുകളാണ്. അവരുടെ ശരീരത്തിലെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഇതുപോലെ ആൽഗെ വാട്ടറിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രൈക്കിംഗ് പാറ്റേൺ ആണ് വരുന്നത്. പക്ഷേ നമുക്ക് എന്തായാലും അവരെ പിടിച്ച് നോക്കാനൊന്നും പറ്റില്ല. മുമ്പ് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ. കൂലി ലോച്ച് മത്സ്യങ്ങൾ ഇതിനകത്ത് ഏകദേശം ഒരു 5 എണ്ണത്തോളം കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവർ ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, കാരണം അവർക്ക് ചത്തുപോകാൻ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. പിന്നീട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഗപ്പികളൊക്കെ നമ്മൾ കൈ വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും.